ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഓൾറെഡി വന്നിട്ടുള്ള മെസ്സേജും വീഡിയോയും ഒക്കെ തന്നെയാണിത്. ഇതിലൊരു പ്രത്യേകതയും ഇല്ല, ഞാൻ ആ പ്രത്യേകതയെ അവകാശപ്പെടുന്നില്ല. എന്നാലും എൻ്റെ വേർഷൻ ഞാൻ ഈ ഒരു വീഡിയോയുടെ എൻ്റെ വേർഷൻ ഞാൻ പറയാം. അപ്പോൾ അബുദാബിയിലെ ലുവർ മ്യൂസിയത്തിന് മെയ് 17 18 ഇൻ്റർനാഷണൽ മ്യൂസിയം ഡേ ആയതുകൊണ്ടാണ് നമുക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടുന്നത്. UAE റെസിഡൻസിനാണ് കേട്ടോ ഫ്രീ എൻട്രി ടിക്കറ്റ്. ഞാൻ അകത്ത് എൻട്രി ചെയ്തു. മെയിനായിട്ട് എനിക്ക് ഇത് പറയാനുള്ളത്, കാരണം മ്യൂസിയം ലവേഴ്സിന് ദ ബെസ്റ്റ് മ്യൂസിയം ആയിരിക്കും. 65 dirhams ഐ തിങ്ക് സോ ആണ് എൻട്രി ടിക്കറ്റ്. അതിന് 100% വർത്തിട്ടായിരുന്നു. കാണുമ്പോൾ അത്രയും അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ വളരെ നീറ്റ് ആൻഡ് ക്ലീനും, നമുക്കെല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്നവർക്ക്, മ്യൂസിയം ലവേഴ്സിന് 100% വർത്ത് വാച്ചിങ് ആണ്. എല്ലാവരും അത് യൂട്ടിലൈസ് ചെയ്യണം. എസ്പെഷ്യലി ഇങ്ങനെയുള്ള ഓഫേഴ്സൊക്കെ കിട്ടുന്ന സമയത്ത് പ്ലീസ് യൂട്ടിലൈസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ നിങ്ങളത് യൂസ് ചെയ്യാതിരിക്കരുത്. പക്ഷെ വളരെ എല്ലാവർക്കും എല്ലാ വീഡിയോസിലും പറയുന്നത് ഈ മ്യൂസിയം വാച്ച് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്കുണ്ടായ അനുഭവം ഞാൻ പറയാം. കാരണം നമുക്ക് എല്ലാവരും ഫ്രീ ആയതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഒട്ടുമുക്ക മ്യൂസിയം ലവേഴ്സും അവിടെ എത്തിയിട്ടുണ്ട്. കയറുക, എൻട്രി വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാർ പാർക്കിംഗ് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ ദുബായിൽ നിന്ന് അബുദാബിക്ക് എത്തുമ്പം ഏകദേശം എത്താറായപ്പം തന്നെ പലരും പല സ്ഥലത്തും പാർക്കിംഗ് അലോട്ടഡ് സ്ഥലത്ത് വളരെ ദൂരെ പാർക്ക് ചെയ്തിട്ട് നടക്കുന്നു. എനിക്ക് തോന്നുന്നു കിലോമീറ്റേഴ്സ് നടന്നു കാണും എന്ന് തോന്നുന്നു. പലരും നടക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, നമുക്ക് അത് നടന്നു പോയാൽ എനിക്ക് ഭയങ്കര അകത്ത് ചെന്നിട്ട് ഇച്ചിരിയെങ്കിലും നടക്കാൻ കാണുമല്ലോ, വേണ്ട, നമുക്ക് എൻട്രി ജസ്റ്റ് കണ്ടിട്ടൊക്കെ വരാം, അല്ലെങ്കിൽ മക്കളെല്ലാം വരട്ടെ, എല്ലാവരും കൂടെ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് കരുതി ഞാൻ ഒരിടത്തും ഇറങ്ങി നടക്കാൻ നിന്നില്ല. ഒരുമിച്ച് തന്നെ പോയി എൻട്രിയുടെ അവിടെ എത്തി. എൻട്രിയുടെ അവിടെയുള്ള കാർ പാർക്കിങ്ങിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഉച്ചയ്ക്ക് ആഫ്റ്റർനൂണോടെയാണ് ഞങ്ങളവിടെ എത്തിയത്. അപ്പം എൻട്രി ഏറ്റവും ഫ്രണ്ടിലുള്ള പാർക്കിംഗ് ഏരിയയിൽ എന്നെ ഇറക്കി വിട്ടു. ചേട്ടൻ അവിടെ പാർക്കിംഗ് തപ്പിക്കൊണ്ടിരുന്നു. എനിക്ക് എൻ്റെ തൊട്ട് മുമ്പ് തന്നെ ആദ്യം മോർണിംഗിൽ വന്നവർ തിരിച്ചു വന്ന് കയറി എടുക്കുന്നത് കണ്ടു. അപ്പോൾ തൊട്ട് മുമ്പുള്ള കാർ പാർക്കിങ്ങിന് മുമ്പ് ഉള്ള കാറ് അവിടെ പാർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ഒരു 100% വിശ്വാസം, വല്ലാത്തൊരു കോൺഫിഡൻസ് വന്ന് ചേട്ടനും കിട്ടും എന്ന്. ഞാൻ പറയുന്നത്, എല്ലാവരും നെക്സ്റ്റ് ടൈം നിങ്ങൾ ട്രൈ ചെയ്യുക. മാക്സിമം ലക്കുണ്ടെങ്കിൽ നമുക്ക് പാർക്കിംഗ് കിട്ടും. നമുക്ക് അകത്ത് എൻട്രി ചെയ്യാനൊക്കെ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചേട്ടനും അകത്ത് കയറി വന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ മക്കളെയൊക്കെ ഓൺലൈനിലൊക്കെ വരുത്തിച്ചു. അവരെയൊക്കെ അത്യാവശ്യം കാണിച്ചു. ഞങ്ങൾ ഏകദേശം ഈവനിങ്ങോടുകൂടി ഞങ്ങൾ അവിടെ കുറേ സമയം റെസ്റ്റ് എടുത്ത് ഇറങ്ങി. സന്തോഷത്തോടു കൂടി കുറച്ച് റെസ്റ്റ് എടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ ഫ്രഷായിരുന്നു. അവിടെ കിടന്നുറങ്ങാനൊക്കെ സ്ഥലം കിട്ടി കേട്ടോ, ഇറങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഞങ്ങൾക്ക് അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ മക്കളെയും കൊണ്ട് വരണം. കാരണം രണ്ട് മക്കൾക്കും സണ്ണിലോയ്ക്കും മോനും ഒക്കെ ഇഷ്ടമാണ് മ്യൂസിയം കാണാൻ. ഒരുപാട് മ്യൂസിയം ലവേഴ്സാണ്. അപ്പോൾ അവർ വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുമായിട്ട് ഒരിക്കൽ കൂടെ വരണം എന്ന ഒരു മനസ്സിൽ അത്രയും വളരെ സന്തോഷം ആ ഒരു അബുദാബി മ്യൂസിയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി. താങ്ക് യു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത്രയും തിരക്കിലും എൻട്രി അകത്ത് കയറിയെന്ന് മനസ്സിലായില്ലേ? ആ ഒരു ചെറിയ ടിപ്പാണ് ഈ വീഡിയോയിൽ ഞാൻ തരാൻ ഉദ്ദേശിച്ചത്. ശ്രദ്ധിക്കുക. ഏറ്റവും പാർക്കിംഗ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകണ്ട, ട്രൈ ചെയ്യുക. ഏറ്റവും ഫ്രണ്ടിൽ വന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമുക്കിനിയും കാണാം. കൂടുതൽ നല്ല വീഡിയോസ് വരാനുണ്ട്. ഒരുപാട് സ്ഥലത്ത് നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്. അപ്പം ആ എക്സ്പീരിയൻസൊക്കെ ഞങ്ങൾ പങ്കുവയ്ക്കാം. ഇനിയും കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഫോളോയും ഒക്കെ ചെയ്യും. എന്നാൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എന്ത് പറയുന്നു, നമുക്ക് ഇനിയും കാണും വരയ്ക്കും വണക്കം. താങ്ക് യു. ബൈ. സീ യു സൂൺ.